ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം 2 വർഷം മുന്നേ ഹോണ്ട എലവേറ്റ് ഇറക്കിയ സമയത്ത് അത്യാവശ്യം നല്ല റിസപ്ഷൻ കിട്ടിയതാണ്. പിന്നെ പതുക്കെ വണ്ടിയുടെ സെയിൽസ് പറയാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം 1500-ടുത്തേക്കാണ് ഇതിന് മന്ത്ലി സെയിൽസ് വരാറുള്ളത്. എന്തായാലും അതുകൊണ്ടൊക്കെ ഇപ്പോൾ ഫെസ്റ്റിവൽ സീസണും കൂടെ ആയതുകൊണ്ട് ഹോണ്ട ഇതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫീച്ചേഴ്സൊക്കെ ആഡ് ആയിട്ടുണ്ട്. ചെറിയ വേറെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് അതിനെപ്പറ്റി നോക്കാം. അതിൻ്റെ കൂടെ ക്രെറ്റയുടെ ഒരു അപ്ഡേറ്റ് ഉണ്ട്, അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യും. രണ്ടും കൂടെ ഒരുമിച്ച് നോക്കാനാണ്. ഏതായാലും ആദ്യം നമുക്ക് എലവേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് വരുന്നൊരു ചേഞ്ച് ഇത് പുതിയ ഗ്രില്ലാണ്. ആൽഫ ബോൾഡ് പ്ലസ് എന്ന് പറയുന്നൊരു ഗ്രില്ലാണ് ഇതിൻ്റെ അകത്ത് ഇവരിപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവം അത്യാവശ്യം വ്യത്യാസമുണ്ട്. കാരണം ഫ്രണ്ടിലത്തെ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട് ഗ്രില്ലിൻ്റെ. പിന്നെ കുറച്ച് ക്രോം ബിറ്റ്സ് ഒക്കെ താഴത്തെ അഡീഷണൽ ആയിട്ട് വന്ന പോലെ എനിക്ക് തോന്നി. മറ്റേ ഗ്രില്ല് ഒരു ഇത്തിരി പ്ലെയിൻ ആയിരുന്നു. ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ആ വലിയ ഗ്രില്ലിൻ്റെ അറേ മാറ്റിയിട്ടില്ല, അത് സെയിം ആണ്. പക്ഷേ നമുക്ക് ആ ഒരു ഡിസൈനിൽ കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് പറയാം. ഇതിന് നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കണം, അത് ഓപ്ഷണലായിട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ ZX മോഡൽ. ആൻഡ് ZX മാത്രമാണ് ഇവരിപ്പോൾ ഇത് ഓഫർ ചെയ്യുന്നത്. കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ബേസിക് വേരിയൻസിലേക്കും വരുമായിരിക്കും. ബാക്കി അല്ലാതെ എക്സ്റ്റീരിയറിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് അഡാസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് എപ്പോഴും കിട്ടുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിപ്പോൾ നോർമൽ വേരിയൻ്റ് ആണ്. അതല്ലാതെ ഇതിൻ്റെ ബ്ലാക്ക് എഡിഷനും സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷനും ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ പറയുന്ന പുതിയ ഗ്രില്ല് സ്റ്റാൻഡേർഡ് ആണ്, നിങ്ങൾ എക്സ്ട്രാ ചൂസ് ചെയ്യുന്നൊന്നും വേണ്ട, അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. ബ്ലാക്ക് എഡിഷൻ എന്ന് പറയുമ്പം കുറച്ച് സിൽവർ ബിറ്റ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷൻ ആണെങ്കിൽ ഈ കാണുന്ന പോലെ എല്ലാ സാധനവും ബ്ലാക്ക് ആയിരിക്കും. ഇൻറ്റീരിയർ മൊത്തത്തിൽ ബ്ലാക്ക് ആയിരിക്കും. അതിൻ്റെ അകത്ത് എവിടെയും വേറെ കളറൊന്നും വരില്ല. ലെതർ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും. മൊത്തം ബ്ലാക്ക് ഔട്ട് ആയിട്ടാണ് ഇതിൻ്റെ ഈ ബ്ലാക്ക് എഡിഷൻ വരുന്നത്, അതായത് സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷൻ വരുന്നത്. ഇനി ഇൻറ്റീരിയേഴ്സിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ZX ട്രിമ്മിൽ അവർ പുതിയൊരു കളർ തീം, അതായത് ഐവറി ബേസ്ഡ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ടാനും അതുപോലെ ബ്ലാക്ക് ഫിനിഷും നമുക്ക് ഇൻറ്റീരിയറിൽ അവൈലബിൾ ആയിരുന്നു. അതുപോലെ ഫുള്ളി ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള ബ്ലാക്ക് എഡിഷൻ, സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഗ്രേഡാണ് ഈ പറയുന്ന ഐവറി ഇൻറ്റീരിയേഴ്സ്. ഇതിനകത്ത് നമുക്ക് ലെതർ ഫിനിഷൊക്കെ ഡാഷ്ബോർഡിലും അതുപോലെ ഡോർ പാഡ്സിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതും ഐവറി ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം പ്രീമിയം ടച്ച് കിട്ടാൻ വേണ്ടിയാണ് ചെയ്തതെന്നാണ് ഹോണ്ട പറയുന്നത്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണ്. ചിലർക്ക് ബ്ലാക്ക് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ടാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അതുപോലെ വൈറ്റ് ഇത്തിരി പ്രീമിയം അപ്പീൽ ആയിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. അവർക്ക് വേണ്ടിയാണ് ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അഗെയിൻ ഇതിന് ഇത്തിരി വില കൂടുതലാണ് ടാൻ വെച്ച് കമ്പയർ ചെയ്യുമ്പം. അല്ലാതെ നമുക്ക് ഓപ്ഷണൽ എക്സ്ട്രാസ് ആയിട്ട് 7 കളർ ആംബിയൻ ലൈറ്റ്സ് വേണം ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ 360° ക്യാമറയും അവർ ആഡ് ചെയ്ത് തരും. എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ അഡീഷണൽ പൈസ കൊടുക്കണം. പിന്നെ ZX വേരിയൻറ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഡാഷ്ബോർഡിൽ വന്ന പോലെ തന്നെ സീറ്റ്സിലും ഐവറി ഫിനിഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നോർമലി അതൊരു ടാൻ ഫിനിഷിലായിരുന്നു വരുന്നത്. എഗെയിൻ പ്രീമിയം അല്ലെങ്കിൽ കുറച്ചും കൂടെ റൂമി ഇൻറ്റീരിയേഴ്സ് ആയിട്ട് തോന്നാൻ വേണ്ടി നമുക്കിപ്പം ഈ ഒരു ഐവറി ഇൻറ്റീരിയേഴ്സ് സീറ്റ്സിൻ്റെ കളർ തീമിൽ വന്നിട്ടുണ്ട്. ലെതററ്റ് ഫിനിഷിലാണ് വരുന്നത്. പക്ഷേ ലെതററ്റ് സീറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവർ ഇതിൻ്റെ അകത്ത് വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നില്ല. അത് വളരെ മോശമാണ്. കാരണം ഈ സെഗ്മെൻറ്റിലും ഇതിൻ്റെ താഴത്തുള്ള സെഗ്മെൻറ്റിലും മിക്ക വണ്ടികളും ഇപ്പോൾ ഇത് കൊടുക്കുന്നുണ്ട്. എന്നാലും ഹോണ്ട ഈ ഒരു പ്രൈസ് പോയിന്റിൽ കൊടുക്കുന്നില്ല. അതും ആക്സറി ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ സീറ്റിൽ നമ്മൾ അഡീഷണൽ ഒരു സാധനം വെച്ച് കെട്ടിയൊക്കെ കൊണ്ട് നടക്കണം. അത് ഭയങ്കര ബോറാണ്. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഇനി അടുത്തത് ഇതിൻ്റെ പ്രൈസാണ്. പ്രൈസിലും നമുക്ക് ബേസിക് വേരിയൻസിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും കാണാൻ പറ്റില്ല. ആക്ച്വലി വിയിലും VXലും അവർ ചെറിയ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഡാഷ്ബോർഡിൽ ഐവറി മെറ്റീരിയൽ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഐവറി കളറിൽ വരുന്ന സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഡാഷ്ബോർഡിൽ മാത്രമല്ല ഡോർ പാഡ്സിലും സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ്സ് വരുന്നത് ബ്ലാക്ക് ഫാബ്രിക് ഫിനിഷിലാണ്, ലെതററ്റ് ആയിരിക്കില്ല. അതാണ് ഇൻറ്റീരിയറിൽ വരുന്ന വ്യത്യാസം. എക്സ്റ്റീരിയറിൽ ആക്ച്വലി ഗ്രില്ല് നിങ്ങൾക്ക് വേണമെങ്കിൽ വിയിലും VXലും കൂടെ ചൂസ് ചെയ്യാൻ കേട്ടോ. നേരത്തെ അല്ല എന്നാണ് പറഞ്ഞത്. SVയിൽ പക്ഷേ ചൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മുകളിലത്തെ 2 വേരിയൻസിലേ പറ്റുള്ളൂ. പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 11.91 lakhs സ്റ്റാർട്ട് ചെയ്ത് 15.51 lakhs വരെയാണ് എക്സ്ഷോറൂം പ്രൈസ് പോകുന്നത്. ഇതിൻ്റെ ഈ പറയുന്ന ഐവറി വേരിയൻസ് ഒക്കെ വെച്ച് വരുന്ന കളറിൻ്റെ പ്രൈസാണിത്. 15.51 ആണ് ZXൻ്റെ ഐവറി കളർ വരുന്നതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഇതിൻ്റെ തന്നെ ബ്ലാക്ക് എഡിഷനും സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷനും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 15.59 lakhs 15.71 lakhs ഒക്കെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. മെക്കാനിക്കലി ഈ വണ്ടിയിൽ പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചും വരുത്തിയിട്ടില്ല. സെയിം 1.5 ലിറ്റർ ഐവിടെക് പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. 119 bhp പവറും 141 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും അതുപോലെ തന്നെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലാണ് നമുക്ക് ഈ ഒരു എഞ്ചിൻ ഇതിനകത്ത് കിട്ടുന്നത്. അവർ ഈ വണ്ടിയിൽ ഇറക്കിയ സമയം മുതൽ ഒരു ഹൈബ്രിഡ് കൊടുത്തിരുന്നെങ്കിൽ വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. പക്ഷെ അത് കൊടുത്തില്ല. ഡീസൽ എഞ്ചിൻ അവർ പിന്നെ BS 6.2 ആയപ്പോൾ എടുത്ത് കളഞ്ഞാണ്. അതുകൊണ്ട് പെട്രോൾ എഞ്ചിൻ മാത്രം വെച്ച് ഈ വണ്ടി കിട്ടുന്നുള്ളൂ. അതും ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞ് ഈ വണ്ടിയിൽ ഇനിയിപ്പോൾ ഹോണ്ടയ്ക്ക് പ്രത്യേകിച്ചും ചെയ്യാനില്ല. അവർ ചെയ്യാൻ പറ്റുന്നതെല്ലാം മാക്സിമം ഇതിനകത്ത് ചെയ്തു. കുറച്ചും കൂടെ ഫീച്ചേഴ്സ് വേണമെങ്കിൽ കൊടുക്കാവുന്നേ ഉള്ളൂ. പാനോറാമിക് സൺറൂഫ്, വെന്റിലേറ്റഡ് സീറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താലും ഒരു ഇത്തിരി കൂടെ മാർക്കറ്റ് ചിലപ്പോൾ ഇതിന് കിട്ടിയേനെ. ഏതായാലും ഈ വണ്ടി അവർ ഇന്ത്യയിൽ വിൽക്കുന്നതിലും കൂടുതൽ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്ത് വിൽക്കുന്നുണ്ട്. ജപ്പാനിലൊക്കെ ഈ വണ്ടിക്ക് WRV എന്ന് പറഞ്ഞ പേരിൽ ഭയങ്കര ഡിമാൻഡാണ്. അവിടെയൊക്കെ ഈ വണ്ടി ബുക്കിംഗ് ലിസ്റ്റിൽ കിടക്കുകയാണ്. പക്ഷെ ഇവിടെ പൊതുവെ ആർക്കും വേണ്ട എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഈ വണ്ടി കിടക്കുന്നത്. അതാണ് ഇതിൻ്റെ അവസ്ഥ.
ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എലവേറ്റിൽ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നില്ല. ഒരു വണ്ടിയും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അതാണ് ക്രെറ്റയുടെ പുതിയ കിങ് എഡിഷൻ ഓർ കിങ് നൈറ്റ് എഡിഷൻ. ഈ പേരിൻ്റെ ഒരു ഇതെനിക്ക് മനസ്സിലായില്ല. കിങ് എന്നൊക്കെ എന്തിനാണ് ഒരു ലിമിറ്റഡ് എഡിഷൻ മോഡലിന് പേരിടുന്നത്? ബൈ ദ വേ ഇതൊരു ലിമിറ്റഡ് എഡിഷൻ മോഡൽ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന കാര്യങ്ങൾ ഒന്ന് കിങ് ബാഡ്ജിങ് ആണ്. യെസ്, കിങ്ങിൻ്റെ ബാഡ്ജിങ് നിങ്ങൾക്ക് കിട്ടും. വളരെ വളരെ നല്ല കാര്യം. പിന്നെ എക്സ്ട്രാ ആയിട്ട് 18 ഇഞ്ച് അലോയ് വീൽസ് കിട്ടുന്നുണ്ട്. അത് ക്രെറ്റ എൻലൈനിന് മാത്രമേ കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ ഇത്രയും കാലം. ഇപ്പോൾ എന്തായാലും നോർമൽ ക്രെറ്റയിലും വന്നിട്ടുണ്ട്. കിങ് എഡിഷനിൽ മാത്രമല്ല, അല്ലാതെ ബാക്കി വേരിയൻസിലേക്കും അവർ ചെറുതായിട്ട് ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കിലെ അതായത് സ്കിഡ് പ്ലേറ്റ്സിൻ്റെ ഡിസൈനിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ബാഡ്ജിങ് നിങ്ങൾക്ക് ബാക്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അതല്ലാതെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഡ്രൈവർ സീറ്റിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ തന്നെ മെമ്മറി ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ കോ പാസഞ്ചറിൻ്റെ സീറ്റും 8-വേ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. എഗെയിൻ അതും കൊള്ളാം. പിന്നെ വേറൊരു വ്യത്യാസം വരുന്നത് നമുക്കിതിൻ്റെ അകത്ത് ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള AC കൺട്രോൾസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയും കാലം ഡ്യുവൽ സോൺ AC അവർ കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് ഫിസിക്കൽ ബട്ടൺസ് ഉണ്ടായിരുന്നു കൺട്രോൾ ചെയ്യാൻ. ഇപ്പോൾ അതെടുത്ത് കളഞ്ഞു, അതും ടച്ച് ബേസ്ഡ് ആക്കി. എന്തിനാണെന്നറിയില്ല, കുറച്ചും കൂടെ നല്ലത് ഫിസിക്കൽ ബട്ടൺസ് ആയിരുന്നു യൂസബിലിറ്റിയുടെ കേസിൽ. ഏതായാലും കിങ് എഡിഷൻ ആയതുകൊണ്ട് സൈഡിൽ കാണുന്ന കുറച്ച് ചെറിയ ചെറിയ ആക്സറീസ്, അതായത് കിങ്ങിൻ്റെ സീറ്റ് ബെൽറ്റ്, കിങ്ങിൻ്റെ മറ്റത്, കിങ്ങിൻ്റെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അല്ലാതെ 18 ഇഞ്ച് അലോയ് വീൽസ്, ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ AC കൺട്രോൾസ്, പിന്നെ മറ്റേ സംഭവം അതായത് മെമ്മറി ഫംഗ്ഷൻ, ഡ്രൈവർ സീറ്റിന് വരുന്ന കോ പാസഞ്ചറിൻ്റെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതാണ് നോർമൽ ക്രെറ്റയുടെ ടോപ്പ് എൻഡിൽ അവരിപ്പം നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. കിങ് എഡിഷനിൽ സത്യം പറഞ്ഞ ബാഡ്ജ് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഏതായാലും ഈ വണ്ടി എലവേറ്റ് പോലെയല്ല, ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലിംഗ് പെർഫോമേറ്റർ കോമ്പാക്ട് SUV ആണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം ഈ വണ്ടിക്കുണ്ട്. എനിവേ പ്രൈസും കൂടെ നമുക്ക് നോക്കിയേക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ബാക്കി വേരിയൻസിൽ നിന്നും വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ ഏതായാലും കിങ് എഡിഷൻ ആണെങ്കിലും എന്ത് എഡിഷൻ ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ വേരിയൻസും, അതായത് എല്ലാ എഞ്ചിൻ ഓപ്ഷൻസും 1.5 എണ്ണ പെട്രോൾ ആവട്ടെ, 1.5 ടെർബോ പെട്രോൾ ആവട്ടെ, 1.5 ഡീസൽ ആവട്ടെ, എല്ലാ എഞ്ചിൻസിൻ്റെ കൂടെ കിങ് എഡിഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ കിങ് ലിമിറ്റഡ് എഡിഷൻ മോഡൽ നമുക്ക് ആകെപ്പാടെ 1.5 എണ്ണ പെട്രോളിൻ്റെ ഓട്ടോമാറ്റിക്കലും അതുപോലെ ഡീസലിൻ്റെ ഓട്ടോമാറ്റിക്കലും മാത്രമാണ് കിട്ടുന്നത്. ടെർബോ പെട്രോളിൻ്റെ കൂടെ കിട്ടുന്നില്ല. ടെർബോ പെട്രോളിൽ കിട്ടുന്ന നോർമൽ കിങ് ആണ്, ലിമിറ്റഡ് എഡിഷൻ അല്ല. എന്താണ് ഈ ലിമിറ്റഡ് എഡിഷൻ, എന്തിനാണ് അത് അങ്ങനെ കൊടുക്കുന്നതെന്ന് അറിയില്ല. എനിവേ നമുക്ക് കിങ് ലിമിറ്റഡ് എഡിഷനും അതുപോലെ കിങ് നൈറ്റ് എഡിഷനും ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽഡ് പ്രൈസിങ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഇവിടെ കാണാം, അതിൻ്റെ അകത്ത് മനസ്സിലാക്കാവുന്നുള്ളൂ. കിങ് എന്ന് പറഞ്ഞ നോർമൽ എഡിഷനിലാണ് നമുക്ക് മാനുവൽ കിട്ടുന്നത്. അതും ഈ ടെർബോ പെട്രോൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് മാനുവൽ കിട്ടുന്നില്ല. ബൈ ദ വേ ഇതിൻ്റെ അകത്ത് എൻലൈൻ അല്ലാതെ നമുക്കിനിയിപ്പം ഈ ടെർബോ പെട്രോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിങ് എന്ന് പറഞ്ഞ എഡിഷൻ്റെ ഓട്ടോമാറ്റിക്കലി മാത്രമേ കിട്ടുള്ളൂ, മാനുവൽ ഇല്ല. പക്ഷേ SX വേരിയൻ്റ് ആണെങ്കിൽ പോലും, SX ഓപ്ഷനിലാണെങ്കിൽ നമുക്ക് ടെർബോ പെട്രോൾ നോർമൽ വേരിയൻസിൽ കിട്ടില്ല. അത് പക്ഷേ കൂടുതലും എൻലൈൻ പ്രൊമോട്ട് ചെയ്യാനുള്ള വേറൊരു രീതിയാണ്. i20 അവർ ചെയ്തായിരുന്നു ഫേസ് ലിഫ്റ്റിൽ. ഇതിപ്പോൾ ഫേസ് ലിഫ്റ്റ് നല്ല ചെറിയൊരു അപ്ഡേറ്റ് ആണ്. ഏതായാലും ഈ രണ്ട് വണ്ടികളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് കൂടെ ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.